ആലപ്പുഴയിൽ SDPI RSS സംഘർഷത്തിനിടയിൽ ഒരു RSSകാരൻ കൊല്ലപ്പെടുന്നു. പിറ്റേ ദിവസം തന്നെ, അതായത് കഴിഞ്ഞ ദിവസം അവർ അവിടെ ഹർത്താൽ ആചരിച്ചു. ആ ഹർത്താൽ ദിവസം നടന്ന സംഭവങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ ചെയ്യുന്ന അതേ രീതിയിലുള്ള പരാക്രമമായിരുന്നു ഹർത്താൽ ദിവസം ആലപ്പുഴയിൽ സംഘപരിവാരും RSSും അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ആ സംഭവവികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മുസ്ലിങ്ങളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ ID ഒളിപ്പിച്ചു വെക്കേണ്ട ദയനീയമായിട്ടുള്ള അവസ്ഥയുണ്ടായിരുന്നു എന്നാണ് എന്നോട് ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് അവർ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങളെ ആക്രമിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി എന്നാണ് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്. നമ്മൾ കേട്ടതാണ് ഹിന്ദു ഐക്യവേദി നേതാവായിട്ടുള്ള CN ജിനുവിന്റെ പ്രസംഗം. അതായത് SDPI അല്ല ശത്രു, ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് എന്ന്. അപ്പോൾ സ്വാഭാവികമാണ് ആ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അത്രത്തോളം ഭീകരമായിരുന്നു അവരുടെ ആക്രമണങ്ങൾ. നിർത്തിയിട്ടിരുന്ന മുസ്ലിങ്ങളുടെ കാറുകൾ തല്ലി തകർക്കുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. 4 കടകൾ തീയിട്ട് കത്തിച്ചു കളഞ്ഞു. പലയിടങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ വലിച്ചെറിഞ്ഞു. അതായത് RSS അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിതോരണങ്ങൾ അവർ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറിയുടെ വീട് തകർത്തു എന്നുള്ളതാണ്. അതായത് ഈ ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അയാളുടെ വീട് തകർന്ന അവസ്ഥയിലാണ്. അയാളുടെ കാറും പരിപൂർണമായും അടിച്ചു തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ വിഷയത്തിൽ സംഘപരിവാർ സംഘടനാ നേതാക്കൾ വലിയ രീതിയിലുള്ള പരാമർശങ്ങളുമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറിയുടെ വീടും കാറും അടിച്ചു തകർത്തിരിക്കുന്നു ഭീകരർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ സംഘടനകളിലെ നേതാക്കന്മാർ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് ഇയാൾ കടകൾ കത്തിക്കാനും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ അഥവാ SDPIയുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ നേതൃത്വം നൽകിയത് കൊണ്ടാണ് ഇയാളുടെ വീടും കാറും അടിച്ചു തകർത്തത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ വ്യക്തമാക്കുന്നുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് ഏത് മനുഷ്യനായാലും, അത് ഹിന്ദു ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറി ആയാലും, ഇനി നാളെ CPM കാരനായാലും SDPI കാരനായാലും RSS കാരനായാലും കോൺഗ്രസ്സുകാരനായാലും ചെയ്ത് ശരിയല്ല എങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. പക്ഷേ എന്തായാലും ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കൊലപാതകം തെറ്റു തന്നെയാണ്. പക്ഷേ നേതൃത്വം നൽകിയ ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടണം എന്നാണ് സോഷ്യൽ മീഡിയയിലെ ചില ആളുകൾ എടുത്തു പറയുന്നുള്ളത്. എന്തായാലും ആക്രമണത്തെ നമ്മളാരും പ്രോത്സാഹിപ്പിക്കേണ്ട. സമാധാനം ഉണ്ടാവട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.